മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിറഹു വറഫഅനാ ബിഹി ഫിദാറൈൻ ആമീൻ. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ ഹയാത്ത് കാലത്തും മൗത്തിന് ശേഷവും ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വെളിച്ചമാക്കലോ വെളിച്ചത്തെ ഇരുട്ടാക്കലോ അല്ലെങ്കിൽ സാധാരണ നാം കരുതാറുള്ള ചില കാര്യങ്ങൾ ചെയ്യലോ മാത്രമല്ല. ഔലിയാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറാമത്ത് അവർ എന്ത് കർമ്മപദ്ധതികളിലുമാണ് ജീവിച്ചിരുന്നത് എങ്കിൽ ആ വിശ്വാസവും കർമ്മപദ്ധതികളും ലോകത്ത് പിൻപറ്റുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കുക, ഇത് ഔലിയാക്കളുടെ കറാമത്തുകളാണ്. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹിക്കമിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, പറയുന്നു, ഔലിയാക്കൾ നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കറാമത്തുകൾ കാണിച്ചു തന്നാൽ മാത്രമേ ഔലിയാക്കളാകൂ എന്ന് നീ ധരിച്ചു പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, ആ സഹാബാക്കളിൽ പലരും അവരിൽ നിന്ന് കറാമത്തുണ്ടായതായി അറിയപ്പെട്ടിട്ടില്ല. എന്നാൽ അവരുടെ കറാമത്തിൽ വെച്ച് ഏറ്റവും വലിയ കറാമത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇവിടെ പഠിപ്പിച്ച് അവരെ ഏൽപ്പിച്ചു പോയ തത്വങ്ങൾ, വിശ്വാസങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ആളുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഏതുപോലെ കമാ അന്ന മിൻ മുഅ്ജിസാത്തിൽ അംബിയാഇ അൻ യകൂനൽ ഔലിയാഉ ഫീ ഉമ്മത്തിഹിം, അംബിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്നു അംബിയാക്കന്മാരുടെ ഉമ്മത്തുകളിൽ ഔലിയാക്കന്മാരുണ്ടാവുക. അംബിയാക്കന്മാരിൽ നിന്ന് കാണുന്ന മുഅ്ജിസത്തുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് അവരുടെ ഉമ്മത്തുകളിൽ ഔലിയാക്കന്മാർ ഉണ്ടാവുക എന്നത്. അതുപോലെ ഔലിയാക്കളെ കറാമത്തിൽപ്പെട്ടതാണ് അവരുടെ വിശ്വാസവും ആചാരവും പ്രചരിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളും മാർഗങ്ങളും ആലിമീങ്ങളും മുത്തഖീങ്ങളും അവരെ പിൻപറ്റുന്നവരും ഉണ്ടായിത്തീരുക എന്ന് മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹിക്കമിൽ പറയുന്നു. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി CM അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹു, അവരെ സംബന്ധിച്ച് ഒരു വലിയാണ് എന്നതിൽ എനിക്ക് സംശയം ഇല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാൻ മാത്രം ഞമ്മളായി എന്നല്ല അർത്ഥം. എന്നാലും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നരിക്കുനി അർക്കാനുൽ ഇസ്ലാം സംഘത്തിന് വഴങ്ങ് പറഞ്ഞ കഥ പറഞ്ഞല്ലോ. ആ വഴങ്ങ് പറയാൻ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ പിന്നാലെ പോയപ്പോ ഞങ്ങൾ 3 പേരും സ്റ്റേജിന്റെ അടുത്തൊക്കെ എത്തി.
അപ്പൊ സ്റ്റേജിന്റെ മുമ്പിൽ നിന്നു കയറുന്നില്ല. സ്റ്റേജിന്റെ മുകളിൽ വിരിച്ചിട്ടുള്ള വിരിപ്പ്, ആ വിരിപ്പിന്റെ മുകളിൽ ചായയും കാപ്പിയും കുടിക്കാനുള്ള ഫ്ലാസ്കും ഗ്ലാസും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. ആദ്യമായി പറഞ്ഞു, ആ വിരിപ്പ് എടുത്തു മാറ്റുക, അതിനുശേഷം സ്റ്റേജിലേക്ക് കയറാം. ഉടനെ ഞാൻ തന്നെ ഓടിക്കയറി വിരിപ്പെടുത്ത് മാറ്റി. എന്താണ് മാറ്റാൻ പറഞ്ഞതെന്ന് അറിയുമോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെയും അതുപോലെ കഅബ ശരീഫിന്റെയും ഫോട്ടോ ഉള്ള സൂറത്തുള്ള മുസല്ലയാണ് മേശപ്പുറത്ത് വിരിച്ചിട്ടുള്ളത്. ആ മുസല്ലയിൽ നിങ്ങൾക്ക് ചായക്കാസ് കൊണ്ടുപോയി വെക്കാനുള്ളതല്ല, അവരെ ബഹുമാനിക്കണം. അതിനെ നിസ്സാരപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തലാകുന്നു എന്ന് എന്നോട് അന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ പള്ളിയിൽ ചെല്ലുമ്പോൾ മുസല്ല വിരിച്ചിട്ടുണ്ടാവും. ചില പള്ളിയിൽ ഒന്നാമത്തെ വരിയിലുള്ള മുസല്ല ഞാൻ അവിടെ നിർത്തും, ബാക്കി ഈ വരിയിലുള്ള എല്ലാ മുസല്ലയും ഞാൻ എടുത്തു കളയല, എനിക്കെടുക്കാൻ പറ്റിയ സ്ഥലത്തതൊക്കെ. കാരണം ആ മുസല്ലയെ ചവിട്ടും. അന്ന് എനിക്ക് അറിവില്ലാത്ത കാലം. പിന്നീട് അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് മഹാന്മാരായ സ്വഹാബത്ത് എടുത്തു വെച്ച് മാറ്റിക്കൊടുക്കുമ്പോൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് ഒരു തലത്ത് നിന്ന് മറ്റൊരു തലത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ലാ യളഉ ഹാദൻ അല ഇല്ലാ ബഅദ അൻ വളഅഹു അലാ റഅസിഹി വഖബ്ബലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിട്ടിയ ചെരുപ്പ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എടുത്ത് അവിടുത്തെ ഖാദിമായ സ്വഹാബി എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ആദ്യമായി അനസ് ഇബ്നു മാലിക്കിന്റെ തലയിൽ വെക്കുകയും പിന്നീട് അതിനെ ചുംബിക്കുകയും ചെയ്തിട്ടല്ലാതെ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് മാറ്റി വെച്ചു കൊടുത്തിട്ടില്ല എന്ന് മവാഹിബുൽ ലദുന്നിയിൽ ഇമാം ഖത്തലാനി തങ്ങൾ എടുത്തു പറഞ്ഞതായി കാണും. എന്നിട്ട് ഇമാം ഖത്തലാനി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കൊണ്ട് ബർക്കത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട് സഹാബികൾ തലയിൽ ധരിക്കുന്ന മുഴുവൻ തൊപ്പികളിലും റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ കോലം തുന്നിപ്പിടിപ്പിക്കുകയും അതുകൊണ്ട് ബർക്കത്തെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തലയ്ക്കത്തിൽ റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ കോലം ഉണ്ടാക്കി അതുകൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. മഹാനായ ഇമാം ഖത്തലാനി മവാഹിബുൽ ലദുന്നിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശറഹിൽ ഇമാം സുർഖാനി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി വിവരിച്ചിട്ടും ഉണ്ട്. മുതഅല്ലിമീങ്ങൾ മുതാലഅത്ത് ചെയ്യണം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് സാധനത്തെയും ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ റൗള ശരീഫ്, അവിടുത്തെ ഖബർ ശരീഫ്, അവിടെ അതുപോലെ തന്നെ കഅബ ശരീഫും കൊത്തി വരച്ചു വിട്ടിട്ടുള്ള മുസല്ല, അതിന്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല, അതിന്റെ മുകളിൽ ക്ലാസ് വെക്കാൻ പാടില്ല, അതിന്റെ മുകളിൽ അടവുകേടായി ഒന്നും വെക്കാൻ പാടില്ല. ബർക്കത്തിന് വേണ്ടിയാണെങ്കിൽ മേശപ്പുറത്ത് വിരിക്കുകയും ചെയ്യാം. ഇത് ഞാൻ അതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന്റെ എത്രയോ കാലം മുമ്പ് മുതഅല്ലിമായ കാലത്ത് എന്നോട് പറഞ്ഞ് അനുഭവത്തിൽ പഠിപ്പിച്ചു തന്നു. ഇത് അല്ലാഹു തആല ബഹുമാനിക്കുകയും ചിലരെ ബഹുമാനിക്കുകയും അല്ലാഹു തആല നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നത് ഈമാനിന്റെ അടയാളമാകുന്നു എന്ന് പറഞ്ഞ ഈ മഹത്തായ തത്വം അവിടത്തേക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ.
മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട പ്രഗത്ഭനായ പ്രശസ്തനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ ചരിത്രം മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അദ്ദേഹത്തിന്റെ ശിഫയിൽ വിവരിക്കുന്നു. ഒരിക്കൽ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരിക്കൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ യുദ്ധശാലിയാണ്, വലിയ യോദ്ധാവാണ്, ഏറ്റവും വലിയ യോദ്ധാവാണ്. അങ്ങനത്തെ യോദ്ധാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ യുദ്ധത്തിൽ ഇങ്ങനെ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്ന ഗൗരവമായ സമയം ആരോ പെട്ടെന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലുള്ള പടത്തൊപ്പി തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. ഉടനെ അദ്ദേഹം യുദ്ധം നിർത്തിയിട്ട് കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങിയിട്ട് തൊപ്പി തിരഞ്ഞു നടക്കുക. സ്വഹാബികളിൽ പലരും ചോദിച്ചു, അതല്ലയോ ഖാലിദ്, നിങ്ങൾ എന്താണ് തൊപ്പിയും തെരഞ്ഞു നടക്കുന്നത്? ശത്രുക്കളത ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നു, അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഖാലിദ് ബിൻ വലീദ്, അതുകൊണ്ട് തൊപ്പി നമുക്ക് പിന്നീട് തരയാം, നിങ്ങൾ യുദ്ധത്തിലേക്ക് മടങ്ങൂ, നമ്മളെ കാര്യം അപകടമായി പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞത് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കേട്ടുവെങ്കിലും അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ വീണ്ടും തന്നെ പടത്തൊപ്പി തെരഞ്ഞു പിടിക്കുകയും ആ തൊപ്പിയെടുത്ത് ചുംബനം ചെയ്തുകൊണ്ട് തലയിൽ വെക്കുകയും ചെയ്തു. സഹോദരന്മാര് ചിന്തിക്കണം, ഇന്നത്തെ പരിഷ്കാരികൾ, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുപോയ പരിഷ്കാരികൾ, അവർക്കിതൊന്നും ചെവിട്ടിൽ കടക്കുകയില്ല, അവർക്കിത് സ്വീകാര്യമല്ല. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് സ്വീകാര്യമാവണം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ തൊപ്പി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലല്ല ഇത് ഇത്രയും കെടുഞ്ഞ് തെരഞ്ഞെടുത്തത്, മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തലയിലെ മുടി ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് അതാ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. മഹാനായ ഖല്ലാദ് ഇബ്നു റാഫി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് മുടി കളയിച്ചിട്ട് വലഭാഗത്തെ മുടിയും ഇടഭാഗത്തെ മുടിയും കളയിച്ചു. രണ്ട് ഭാഗത്തെ മുടിയും അബൂ തൽഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വലത്തെ ഭാഗത്തുള്ള മുടിയൊന്നായി ഓഹരി ചെയ്തു സഹാബികളെ ഇടയിൽ കൊടുക്കാൻ പറഞ്ഞു. എങ്കിലേപ്പോ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളാക്കി മുറിച്ച് 1,40,000 പരം വരുന്ന സഹാബികളുടെ ഇടയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി വിതരണം ചെയ്തിട്ടുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുടിയിൽ നിന്ന്, തലമുടിയിൽ നിന്ന് 1-2 ചെറിയ കഷ്ണം ഞാൻ ബർക്കത്തിന് വേണ്ടി എന്റെ തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു. ഒരൊറ്റ മുടിയുടെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ ഒരൊറ്റ യുദ്ധത്തിലും തോറ്റുപോകാതെ വിജയിക്കുന്നത്. മാത്രമല്ല, ഈ തൊപ്പി എങ്ങാനും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ശത്രുക്കൾ അത് ചവിട്ടിക്കൂട്ടി പോകുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുടിയതാ അവർ ചവിട്ടി നിസാരപ്പെടുത്തി കളയും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇത്രയും അധികം വിഷമിച്ച് എന്റെ തൊപ്പി തെരഞ്ഞു പിടിച്ചതെന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീനുൽ ഇസ്ലാം പഠിച്ച ഖാലിദ്, ഏറ്റവും വലിയ കറാമത്ത് കാണിച്ചു കൊടുത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദിന്റെ കറാമത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ ഖാലിദേ, നിന്റെ മതം ഇസ്ലാം മതം മുഅ്ജിസത്ത് കൊണ്ട് മുഹമ്മദിന്റെ കാലത്ത് സ്ഥാപിച്ചു, ഇവിടെ നിലനിർത്തിയെന്നും അതിനുശേഷം കറാമത്ത് കൊണ്ട് സ്ഥാപിച്ചു എന്നുമാണ് നിങ്ങളുടെ വാദമെങ്കിൽ നീ ഒരു കറാമത്ത് കാണിച്ചു തരുമോ എന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി അതേന്ന് പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. എന്താണ് നിനക്ക് കാണേണ്ടുന്ന കറാമത്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ വന്ന മനുഷ്യൻ പറയുന്ന, എന്റെ കയ്യിലുള്ള ഒരു കുപ്പിയുണ്ട്, ഈ കുപ്പിയിൽ ഏറ്റവും ഗൗരവമേറിയ വിഷമാണ് വെച്ചിട്ടുള്ളത്.
ഈ വിഷം ഒരു മനുഷ്യൻ ശ്വസിച്ചാൽ അവൻ ചത്തുപോകും, മരണപ്പെട്ടു പോകും. അങ്ങനത്തെ വിഷത്തിന്റെ കുപ്പി തുറന്ന് അത് മുഴുവനും നീ കുടിക്കണം, എന്നിട്ട് നിനക്ക് രോഗമില്ലാതെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതാ ആ കുപ്പി ഇങ്ങോട്ട് വാങ്ങിയിട്ട് പറയുന്നു, നീ ഒന്ന് മാറി നിന്നോ, കുറെ ദൂരെ നിന്നോ, നീ ശ്വസിച്ചു പോകണ്ട. ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുപ്പിയിലെ നഞ്ഞ് വിഷം വായിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കുടിച്ചു കളഞ്ഞു. വിഷം കുടിക്കൽ ഹറാമാണ്, അത് പാടില്ലാത്തതാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്ന് പറയുന്നവന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, കറാമത്ത് സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അത് ചെയ്യൽ അനുവദനീയമാകുന്നു. അതുകൊണ്ട് അതാ കാണിച്ചു കൊടുത്തു. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് ഒരു കേടും വന്നില്ല, ഒരു മുക്ക് വിയർക്കുക പോലും ചെയ്തില്ല, തലവേദന സംഭവിച്ചില്ല, രോഗമുണ്ടായില്ല. അത് കണ്ടപ്പോൾ മനുഷ്യനോടി വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഏറ്റവും വലിയ കറാമത്ത് കാണിച്ച ഏറ്റവും വലിയ പ്രഗൽഭനായ സ്വഹാബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തലമുടി അത് നിസ്സാരപ്പെടുത്താൻ പാടില്ലെന്ന് പഠിപ്പിച്ചു, അതിന് ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു. അതേ അനുഭവം പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ കഴിയൂ. മുതഅല്ലിമീങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങാടിയിൽ നിന്ന് ആഗോലി വാങ്ങിക്കൊണ്ടുപോകും പോലെ, അല്ലെങ്കിൽ അയിലയും മറ്റും കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഓടിപ്പടിക്കുന്ന കിതാബുകൾ ഇങ്ങനെ ചന്തിന്റെ തായാച്ച് തൂക്കിപ്പിടിച്ചു കൊണ്ടുപോയാൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാർ അവന് അടിക്കലുണ്ട്. ചന്തിന്റെ തായോട്ട് കിതാബ് പിടിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് അടിച്ച അനുഭവങ്ങളുണ്ട്. കിതാബ് പൊക്കിപ്പിടിക്കണം. നാം പഠിക്കുന്ന ഇൽമ്, ഹദീസ്, ഖുർആൻ, ആയത്ത് അത് ആഗോലിയും മത്തിയും അയിലയും കൊണ്ടുപോകുന്നത് പോലെ തൂക്കിപ്പിടിക്കരുത്. സഹോദരന്മാർ ചിന്തിക്കുക. ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമീങ്ങളെ ബഹുമാനിക്കണം, കിതാബ് ബഹുമാനിക്കണം, അല്ലാഹു തആല ബഹുമാനിച്ച മുഴുവൻ വസ്തുക്കളെയും ബഹുമാനിക്കണം. എങ്ങനെ എന്ന് പഠിപ്പിച്ച മഹാന്മാർ ആ കൂട്ടത്തിൽ വളരെയധികം ബഹുമാനിച്ച് ഒരൊറ്റ മുതഅല്ലിമിനെയും ഗൗരവമായി മുതഅല്ലിമിനോട് സംസാരിക്കാതെ മുതഅല്ലിമാണെന്ന് കണ്ടാൽ വളരെ ബഹുമാനത്തോടു കൂടി ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ വലിയാണെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. നിങ്ങൾക്കറിയില്ലേ, കിതാബുൽ ലിഖത്ത് മുർത്തദ്ദായി പോകുന്ന വിഷയങ്ങൾ വിവരിക്കുന്ന അധ്യായം മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ വരെയുണ്ട്. ഒരു മനുഷ്യൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് തഹ്ഖീറുൽ ഇൽമി വൽ ഉലമാഇ. ഇൽമിനെയും ഇൽമു പഠിച്ചിട്ടുള്ള ആളുകളെയും നിസ്സാരപ്പെടുത്തൽ കാഫിറായി പോകുന്ന കാര്യമാണ്. നീ എത്ര ദുഃഖിച്ചിട്ടും കാര്യമില്ല, നീ എത്ര നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല, ഹജ്ജ് 100 ചെയ്തിട്ടും കാര്യമില്ല. ഇൽമിനെയും ഇൽമിന്റെ ആളുകളെയും നിസ്സാരപ്പെടുത്തിയാൽ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയി പോകും. അതുകൊണ്ട് ഈമാൻ നിലനിൽക്കാനുള്ള, ഇസ്ലാം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച മുഴുവൻ വസ്തുക്കളെയും ബഹുമാനിക്കലും ആദരിക്കലും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവരുടെ പ്രധാനപ്പെട്ട കൈമുതൽ എന്താ? ഇബ്ലീസിന്റെ അതേ തുടക്കം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞു. അല്ലാഹുവാണ് പറഞ്ഞത്. പക്ഷെ ഇവന് കിബ്ർ സമ്മതിച്ചില്ല. ആദമിനെ മണ്ണുകൊണ്ട് പടച്ചതാണ്, എന്നെ തീ കൊണ്ട് പടക്കപ്പെട്ടതാണ്, ഞാനാണ് ശ്രേഷ്ഠതയുള്ളത്, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ധിക്കരിച്ചു, അവൻ അഹങ്കരിച്ചു, വക്കാനമിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടുപോയി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഇബ്ലീസിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുഴുവൻ കക്ഷികളിലും കാണാൻ കഴിയുക.
അവർക്ക് ഔലിയാക്കളെ ബഹുമാനിക്കുന്നത് ഇഷ്ടമില്ല. അമ്പിയാവിനെ ബഹുമാനിക്കാൻ അവർ തയ്യാറല്ല, ഔലിയാവിനെ ആദരിക്കാൻ അവർ തയ്യാറല്ല. എന്നിട്ട് ശിർക്കായി പോവും, കുഫറായി പോവും എന്ന് പറയും. എവിടെയാണ് ശിർക്കും കുഫറും എന്ന് അവർക്കറിയാമോ? എന്താണ് ശിർക്കും കുഫറും എന്ന് നിങ്ങൾക്കറിയാമോ? ഔലിയാക്കന്മാർ അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഏത് മനുഷ്യനാണ് ഇവിടെയുള്ളത്? ഒന്നും പഠിക്കാത്ത, ശരണിയായ യാതൊരു അറിവും പഠിക്കാത്ത ഒരു വയസ്സായ പെണ്ണിനോട് അല്ലെങ്കിൽ വയസ്സായ ഒരു മനുഷ്യനോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കും, അല്ല ഉമ്മ അല്ലെങ്കിൽ അല്ല ഇക്കാക്ക, നിങ്ങൾ മുഹദ്ദീൻ ശൈഖിനെ പറ്റി എന്താ കരുതുന്നത് എന്ന് പറഞ്ഞാൽ അന്നേ അത് കരുതുന്നു എന്ന് പറയോ? അത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ് മോനെ എന്നല്ലാതെ അല്ലാഹുവാണ് എന്ന്, സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ സുന്നിയായ മനുഷ്യനെ ഇവിടെ കാണാൻ കഴിയോ? പിന്നെ എവിടെയാണ് ശിർക്ക് വരുന്നത്? ഔലിയാക്കളെ ബഹുമാനിക്കുന്നത് കൊണ്ട്, അവരെ ആദരിക്കുന്നത് കൊണ്ട് എവിടെയാണ് ശിർക്കും കുഫറും വരുന്നത്? ഒരിക്കലും വരുന്നില്ല. പിന്നെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്? ഇവരുടെ ധിക്കാരം, ഇവരുടെ അഹങ്കാരം. ഔലിയാക്കളെ ബഹുമാനിച്ചുകൂടാ, സാലിഹികളെ ബഹുമാനിച്ചുകൂടാ എന്ന്. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM അബൂബക്കർ മുസ്ലിയാരുടെ മറ്റൊരു കറാമത്ത്, സാധുവായ വിനീതനായ ഞാൻ ചെറിയ മുത്താലിമായ കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ കൂടെ രാത്രി ചില ദിവസങ്ങളിൽ പോകാറുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ കറാമത്ത് എന്താണ്? ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് ഏറ്റവും ചെറിയ 1000 റക്അത്ത് നിസ്കരിക്കും. അത് തന്നെ കറാമത്ത്. എത്രയോ രാത്രികളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇശാ നിസ്കരിച്ച് ഒരു കഷ്ണം റൊട്ടി, ഒരു ഗ്ലാസ് പാല്, വെള്ളം എന്തെങ്കിലും കുടിച്ച് കിടന്നോളി എന്ന് പറയും. എന്നോട് കിടക്കാൻ പറയും, ഇനി കിടന്നോന്ന് പറയും. മുമ്പ് നിസ്കരിക്കാൻ നിൽക്കും. എന്നിട്ട് ഞാൻ മെല്ലെ ഞെട്ടിയോട് നോക്കൂ, അപ്പുറം നിസ്കരിക്കുന്നു, എല്ലാം നോക്കൂ, അപ്പുറം നിസ്കരിക്കുന്നു. നേരം വെളുക്കുന്നത് വരെ 1000കണക്കിന് റക്അത്ത് നിസ്കരിച്ച എത്രയോ ദിവസങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് കറാമത്ത്. നിസ്കരിക്കാത്ത കമ്പനിയല്ല, നിസ്കരിക്കാത്ത കമ്പനിയല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, നിങ്ങൾ പഠിച്ചുപോയി. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവരാണ്, CM വലിയുള്ളായി നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ പഠിച്ചുപോയി. നിസ്കരിച്ചിട്ടുണ്ട്, എപ്പോഴും നിസ്കരിച്ചിട്ടുണ്ട്, മരിക്കുന്നത് വരെ നിസ്കരിച്ചിട്ടുണ്ട്. നീ കൂടെ നടക്കലുണ്ടായിരുന്നോ? 1000 റക്അത്ത് രാത്രി നേരം വെളുക്കുമ്പോൾ നിസ്കരിച്ചു. എത്രയോ ദിവസം എനിക്കനുഭവമുണ്ട്. സഹോദരന്മാരെ, അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പല വിധത്തിലുണ്ട്. അതെല്ലാം ഇവിടെ വിവരിക്കാൻ സമയമില്ല. നിങ്ങൾ കേട്ടില്ലേ? മഹാനായ ഇമാം ഷഅറാനി വിവരിച്ചു ഔലിയാക്കളുടെ വർത്തവകൾ. ആ കൂട്ടത്തിൽ കാണാം, ഒരിക്കൽ ഒരു വലിയ അദ്ദേഹത്തിന്റെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നല്ല ഭക്ഷണം ഉണ്ടാക്കണം, നല്ല മുന്തിയ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി, നല്ല മാംസം വാങ്ങി, അത് കൊടുത്ത് കറി വെച്ചു, നെയ്ച്ചോറ് വെച്ചു, നല്ല തൃപ്തിയുള്ള ഭക്ഷണം ഉണ്ടാക്കി. അതിനുശേഷം ഭർത്താവ് പറയുന്നു, ഭക്ഷണം ശരിക്കും നല്ല പാത്രത്തിൽ വിളമ്പി വെക്കണം,
വിളമ്പി വെച്ചു. ഉടനെ ഭാര്യനോട് പറഞ്ഞു, നമ്മുടെ ആ കാണുന്ന പുഴയില്ലേ, വലിയ പുഴ, ആ പുഴ കടന്നു പോയിട്ട് അതിന്റെ അക്കരെ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു ചെറിയ ചെറ്റക്കുടിച്ചിൽ ഒരു മനുഷ്യരിയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൊണ്ടുപോയി കൊടുക്കണോ. ഭർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഭാര്യ പുറപ്പെട്ടു. പുഴവക്കിലെത്തിയപ്പോൾ പുഴയുടെ കടലായിരിക്കുന്നു. വെള്ളം നിറഞ്ഞ് ഒഴുകി ഏകദേശം കിലോമീറ്ററുകൾ അക്കരെ കടക്കണം. അത് തന്നെ ധാരാളം ആഴമുള്ളത്, കടക്കാൻ കഴിയില്ല. പെണ്ണ് മടങ്ങി വന്നു. ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, പുഴ കടക്കാൻ കഴിയില്ല, വെള്ളം നിറഞ്ഞ് കടല് പോലെ ആയിരിക്കുന്നു, കടക്കാൻ കഴിയില്ല. ുണ്ട് ചില മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്തൊരു കാര്യം അവരങ്ങ് പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. കടല് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മാറി നിൽക്കും, മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, മഴ വേണ്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല, സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ മടങ്ങി വരും. ചെറുതല്ല സഹോദരങ്ങളെ, ഈ ദുനിയാവ് മുഴുവനും അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് വേണ്ടി പടച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശരിയായ അടിമയായി കഴിഞ്ഞാൽ ഈ അടിമ പറയുന്നത് പോലെ ഒക്കെ നടക്കും കേട്ടോ. നിങ്ങൾ സംശയിച്ചു പോകണ്ട. ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട വലിയ പറഞ്ഞതനുസരിച്ച് ആ പെണ്ണ് പുഴന്റെ അടുത്തേക്ക് കിടക്കുമ്പോൾ വലിയ പറയുന്ന, പക്ഷേ നീ അങ്ങനെ പറഞ്ഞാൽ പോരാ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. കടലിനോട് എന്നെ പറ്റി പറയുമ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. എന്റെ ഭർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ. ജീവിതത്തിൽ ഒരിക്കലും പെണ്ണുങ്ങളോട് ശഹ്വത്തില്ലാത്ത, ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യവും സ്ത്രീകളോട് ശഹ്വത്തില്ലാത്ത ആൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി, എന്നിട്ട് എന്റെ പേര് പറയണം. വെള്ളമെന്ന് മാറിത്തരുമെന്ന് പറഞ്ഞു, സത്യം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഉടനെ തന്നെ ഭക്ഷണവും എടുത്ത് കടലിന്റെ അടുക്കലേക്ക് ചെന്ന് കടലിനോട് പറഞ്ഞ പ്രകാരം ഭാര്യനോട് ശഹ്വത്തില്ലാത്ത ആളായ ഇന്നയാള് എന്റെ ഭർത്താവ്, ഇന്ന മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് കടലെ വെള്ളമേ ഒന്ന് മാറിത്തരാൻ എന്ന് പറഞ്ഞപ്പോൾ അതാ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൈൽ നദിയിലെ വെള്ളം മാറിക്കൊടുത്തില്ലേ, അതുപോലെ അങ്ങ് മാറിക്കൊടുത്തു. വെള്ളം മാറി രണ്ട് ഭാഗത്തേക്ക് നിന്ന് ഇടക്ക് നല്ലൊരു വഴിയായി ഈ പെണ്ണ് ആ വഴിയിലൂടെ കടന്ന് അക്കരെ ചെന്നു. നോക്കുമ്പോൾ പറഞ്ഞതുപോലെ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ ചെറ്റക്കുടിഞ്ഞിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഈ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം വാങ്ങി ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചു. ആ പാത്രത്തിലുള്ള ഒരു മണി പോലും ബാക്കിയില്ലാതെ കൊണ്ടുപോയ ഭക്ഷണം മുഴുവനും കഴിച്ചു. പാത്രം തിരിച്ചു കൊടുത്തു. പാത്രവുമായി പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടു. വീണ്ടും കടലിന്റെ അടുത്തെത്തിയപ്പോൾ കടൽ നിറഞ്ഞു പോയിരിക്കുന്നു, വഴി കാണുന്നില്ല. മടങ്ങിച്ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന വഴി കാണുന്നില്ല, കടൽ നിറഞ്ഞു പോയിരിക്കുന്നു, പോകാൻ എന്ത് മാർഗം? അദ്ദേഹം പറഞ്ഞു, അതിന് പേടിക്കണ്ട, നീ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടലിനോട് മാറിത്തരാൻ എന്ന് പറയണം. പക്ഷേ എന്നെ നീ പരിചയപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തോട് ആഗ്രഹമില്ലാത്ത ആള് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തണം. ആരാ പറയുന്നത്? പാത്രത്തിലുള്ള ഭക്ഷണം മുഴുവനും തിന്ന ഈ മനുഷ്യനാണ് പറയുന്നത്. അതേ നിരക്ക് വേണ്ടുവെന്ന് പറഞ്ഞു. കടലിലെ വെള്ളം അതാ മാറിക്കൊടുത്തു. ഇക്കരെയെത്തി. പെണ്ണിന് വല്ലാത്ത സംശയം, എന്താണ് എന്റെ ഭർത്താവ് പറഞ്ഞത്? 10-12 മക്കളുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. ഈ ഭർത്താവ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? പെണ്ണിനോട് ആഗ്രഹമില്ലാത്ത, ശൈവത്തില്ലാത്ത ആളെന്നല്ലേ പറഞ്ഞത്? മുമ്പ് പറഞ്ഞതുപോലെ കടല് മാറി തന്നില്ലേ? മറ്റാള് ഞാൻ കൊണ്ടുപോയ ഭക്ഷണം ഒരൊറ്റ മണി ബാക്കിയില്ലാതെ തിന്നിട്ട് പാത്രം തുടച്ച് വൃത്തിയാക്കിയല്ലേ തന്നത്. അദ്ദേഹത്തിന് ഭക്ഷണത്തിനോട് ആഗ്രഹമില്ലെന്ന് പറഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചപ്പോൾ
വളരെ നേരം ചിന്തിച്ചു. പക്ഷേ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോർ. ഈ പെണ്ണിന്റെ ഹൃദയത്തിലുള്ള സംശയം പെണ്ണിന്റെ ഭർത്താവിന്റെ മനസ്സിലായിപ്പോയി. അത് തിരുത്താനുള്ള അവസരം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെണ്ണ് വന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ വീട്ടിലൊരു കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് പോകാൻ എനിക്ക് സമ്മതം തരുമോ? അല്ലാ, ഭർത്താവ് സമ്മതം കൊടുത്തു. പക്ഷേ പെണ്ണിനോട് പറയുന്നത് എന്താണെന്നറിയോ? നീ പോകുന്ന സമയത്ത് എന്റെ മുമ്പിൽ വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ എടുത്ത് ആ വെളിച്ചെണ്ണയിൽ ഒരു തുണിയുടെ തിരി ഉണ്ടാക്കിയിട്ട് ആ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ട് എന്നെ കാണിച്ചു തരണം. എന്നിട്ട് ആ തിരി നീ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നതിന്റെ അടുക്ക് കെട്ടുപോകാൻ പാടില്ല. അത് കെട്ടുപോയാൽ ഞാനും നീയുമായുള്ള നിക്കാഹ് ബന്ധം വിട്ടുപോയി നമ്മൾ തലാക്കായി വേറെ പിരിഞ്ഞു പോവും. നീ പോയിക്കോന്ന്. പെണ്ണ് കുറെ നേരം ആലോചിച്ചു. ഭർത്താവിനെ വിടാൻ നിവൃത്തിയില്ല, തലാക്ക് ആവാൻ നിവൃത്തിയില്ല. ഭാര്യ ഭർത്താവുമായി ബന്ധം വിട്ടുകൂടെ, അത്രയും നല്ല സ്വാലിഹായ മനുഷ്യരാണ്. കല്യാണത്തിന് പോകാതെയും നിവൃത്തിയില്ല. ഭർത്താവ് പറഞ്ഞതുപോലെ ഒരു വിളക്ക് ഒരു തിരിയുണ്ടാക്കി വെളിച്ചെണ്ണയിൽ മുക്കി അതിന് തീ കത്തിച്ചു ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. നിങ്ങൾ സാക്ഷിയായിട്ട് ഒരാളെ കൂടി അയച്ചു തരണമെന്ന് പറഞ്ഞു. സാക്ഷിയായിട്ട് വേറെ ഒരാളെ കൂടി ഭർത്താവ് അയച്ചു കൊടുത്തു. ഈ പെണ്ണ് കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് പലരോട് സംസാരിച്ചു, അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ കല്യാണത്തിലൊക്കെ കൂടിയിട്ട് തിരിച്ചു വന്നു വിളക്കിന്റെ തിരികെട്ടില്ല കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ഭർത്താവ് ചോദിച്ചു, എന്തൊക്കെയാണ് കല്യാണത്തിന്റെ വിവരം? ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ഭക്ഷണം കഴിച്ചോ? എന്തൊക്കെയാണ് കഴിച്ചത്? ഇത് ചോദിച്ച സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, ഭർത്താവേ, നിങ്ങളെന്താണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഏൽപ്പന വല്ലാത്ത ഏൽപ്പനയല്ലേ? ഈ വിളക്കിന്റെ തിരി കെട്ടുപോകരുതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വിട്ടുപോയാ നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകുമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ വിളക്ക് തിരി കെടുമോ എന്ന പേടി കൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ച് നടന്നതിനാൽ ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചോ ഇല്ലയോ, ഞാൻ അവിടെ എത്തിയോ ഇല്ലയോ, അവിടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ മഹാനായ വലിയ പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ, നിന്റെ കൽബിലെ സംശയം തീർന്നോ? നീ ഇവിടെ പേടിക്കുന്നത് ഞാനും നീയുമായുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതിനെയാണ് നീ പേടിക്കുന്നത്. നിന്റെ കയ്യിലുള്ള ഒരു താൽക്കാലിക വിളക്ക് കെട്ടുപോകുന്നതിനെയാണ് നീ പേടിക്കുന്നത്. എങ്കിൽ എനിക്ക് ഒരു പേടിയുണ്ട്. എന്റെ കൽബിന്റെ ഉള്ളില് അർഹമുറാഹിമായ അള്ളാഹു കത്തിച്ചു വെച്ച ഒരു വിളക്ക് തിരിയുണ്ട്. എന്റെ കൽബിലുള്ള ഈമാൻ എന്ന് പറയുന്ന ഒരു പ്രകാശമുണ്ട്. അത് കെട്ടുപോകുമോ, അതിന് വല്ല കേടും വരുമോ എന്ന പേടിയിൽ ഞാനിങ്ങനെ അത് മാത്രം ശ്രദ്ധിക്കുന്നു. കാരണം അത് കെട്ടുപോയാൽ എന്റെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമല്ല വിട്ടുപോകുന്നത്, എന്റെ ഇലാഹായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുമായുള്ള ബന്ധം വിട്ടുപോകും. അത് വിട്ടുപോയാൽ വലിയ അപകടമാണെന്ന് പേടിച്ച് ഞാൻ ഉരുകി എന്റെ ഈ ഈമാൻ എന്ന് പറയുന്ന വിളക്ക് തിരി കെട്ടുപോകുമോ എന്ന് ചിന്തിച്ച് പേടിച്ച് നടക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നീയും ഞാനുമായി സുഖിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അല്ലാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊക്കെ ചെയ്തു എന്നല്ലാതെ എനിക്ക് ഭൗതികമായ യാതൊന്നും, എനിക്ക് യാതൊരു ആഗ്രഹവും ഈ ലോകത്ത് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതാ പെണ്ണിന് കാര്യം മനസ്സിലായിപ്പോയി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കും, അവര് പെണ്ണ് കെട്ടും, ചിലപ്പോ തലാത്തുകല്ലും, ഭക്ഷണം കഴിക്കും, വീടുണ്ടാക്കും, നല്ലപോലെ കുളിക്കും, കുളിക്കാതെ നടക്കും, പല കോലത്തിലും ഔലിയാക്കളുണ്ട്. പക്ഷേ
മഹാന്മാരായ ഔലിയാക്കളുടെ ഹൃദയം അരിഫീങ്ങളുടെ ഹൃദയത്തിന് ചില കണ്ണുകളുണ്ട്. ഈ കാണുന്ന ആളുകളുടെ കണ്ണുകൊണ്ട് കാണാത്ത വസ്തുക്കൾ അവർ കാണുന്നു. അവർക്ക് ചില ചിറകുകളുണ്ട്. ആ ചിറകുകളെ കൊണ്ട് അവർ പറക്കുന്നു. സാധാരണ ചിറകുകളെ പോലെ തൂവലില്ല, അല്ലാത്ത തരത്തിലുള്ള ആന്തരികമായ ചിറകുകൾ. ആ ചിറകുകളെ കൊണ്ട് അവർ പറക്കുന്നു. റബ്ബുൽ-ആലമീനായ അല്ലാഹുവിന്റെ അദൃശ്യമായ ലോകത്തേക്ക് എന്ന് പറഞ്ഞ ആ മഹത്തുക്കളായ ആളുകൾ അവരാണ് സഹോദരങ്ങളെ ഔലിയാക്കളും, അവരാണ് ആലിഹീങ്ങളും, അവരാണ് സ്വാലിഹീങ്ങളും. മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ദിവസവും 2 ദിവസവും 4 ദിവസവും 8 ദിവസവും 10 ദിവസവും 1 മാസവും കുളിക്കാതെ നടന്ന കാലഘട്ടം മഹാനവറുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ദിവസം 10 പ്രാവശ്യം കുളിച്ച സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. മാസങ്ങളോളം വസ്ത്രം മാറ്റാതെ ഈങ്ങിച്ചടിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ച കാലഘട്ടം മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ദിവസം തന്നെ 10 പ്രാവശ്യം എത്രയോ പ്രാവശ്യം അലക്കിയ മുന്തിയ വസ്ത്രം ധരിച്ചിട്ടുള്ള കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെ 40 നൂറ്റാണ്ടോളം ചുറ്റി നടന്നോവർ, ഇനിയൊന്നേകൽ കേട്ടാരയിരുന്നോവർ. 40 കൊല്ലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനയനുസരിച്ച് ചുറ്റി നടക്കുകയും പിന്നീട് ഇരിയെന്ന കൽപ്പന വന്നപ്പോൾ ഇരിക്കുകയും ചെയ്ത മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു വ നഫഅനാ ബിഹി മഹാനവറുകളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഔലിയാക്കളാകുന്നത് അതുകൊണ്ടൊന്നും അല്ല. മഹാനായ ശ്രീയും വലിയുമായി കുളിക്കാതെ നടന്ന കാലമുണ്ട്. ഭൂമിയിൽ സുജൂദ് ചെയ്തുകൊണ്ട് നടന്ന കാലമുണ്ട്. നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് 16 പ്രാവശ്യം കുളിച്ച കാലമുണ്ട്. എത്രയോ ദിവസം ഒരു ദിവസം 10 പ്രാവശ്യം വസ്ത്രം മാറ്റിയ കാലമുണ്ട്. ഒരേ ഒരു വസ്ത്രം തന്നെ മാസങ്ങളോളം ഉടുത്ത കാലമുണ്ട്. അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിലും വസ്ത്രം ധരിക്കൽ കുറയുന്നതിലും അലക്കുന്നതിലും വരക്കാതിരിക്കുന്നതിലും ഇതിലൊന്നുമല്ല കേട്ടോ വിലായത്ത് കിടക്കുന്നത്. ഈമാൻ കട്ടിയുള്ളവർ, ഈമാനിന്റെ കട്ടിയുള്ളവർ, ആ ഈമാനിന്റെ കട്ടി എത്ര കണ്ട് വർദ്ധിച്ചു വരുന്നോ അത്രയും കണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നു, വിലായത്ത് ലഭിക്കുന്നു. ആ ഈമാനിന്റെ കട്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് മാത്രമല്ല, യുവാക്കളൊക്കെ മക്കളും ഒക്കെ സുന്നികളായാലും ഞങ്ങളെ പഠിച്ചോടത്തിൽ നിൽക്കൂന്ന് പറയുന്ന തണ്ടമാരും അവരോടൊക്കെ പറയാനുള്ളത് തമാശയല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ വിശ്വാസം മാത്രമാണ് അല്ലാഹുവിന്റെ ദീന്. അതിൽ നിന്ന് പുറത്തുപോയവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തുപോയവരാണ്. നിങ്ങൾക്ക് സംശയം വേണം. പോലീസ് പുറത്തൊക്കെ ഇങ്ങനെ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കാതെ റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, റസൂൽ തെറ്റ് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു, ഔലിയാക്കളെ കളിയാക്കി പരിഹസിച്ച് നടക്കുന്നവൻ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്നവനാണ് കേട്ടോ. വളരെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ നാം മഹാനായ സിയം വലിയുല്ലാഹി അവരുകളോട് കൂടുതൽ പ്രിയം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നത് തന്നെ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത്. മഹബ്ബത്ത് വെക്കാത്തവരോടുള്ള കടുത്ത വെറുപ്പ് അല്ലേ? മഹബ്ബത്ത് വെക്കാത്തവരോടുള്ള കടുത്ത വെറുപ്പ്. ദുനിയാവിനോടുള്ള ബന്ധം ഇല്ല. ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കേട്ടില്ലേ,
ഒരാൾക്ക് ദുനിയാവുണ്ടായത് കൊണ്ട് അയാൾ വലിയായി കൂടാനില്ല. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിക്കുകയായിരുന്നു. ഒരിക്കൽ കുളിക്കുമ്പോ ആകാശത്തുനിന്ന് സ്വർണത്തിന്റെ കട്ടി ഇങ്ങനെ ഇങ്ങോട്ട് വീണു. സ്വർണക്കട്ടി ആകാശത്തുനിന്ന് ഇങ്ങനെ വീണപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അത് വാരി ഇങ്ങോട്ട് കെട്ടിയത് മുന്തില്. വാരി കെട്ടിയിട്ട് ഒന്നിച്ചു നോക്കുമ്പോ മുന്തിടില്ല. കുറച്ചാളൊന്ന് വാരി ഒഴിവാക്കി. പിന്നെയും നോക്കുമ്പോ പിന്നെയും പൊതിടില്ല. കുറച്ചുകൂടി വാരി ഒഴിവാക്കി. അവസാനം കുറെ വാരി ഒഴിവാക്കി. ബാക്കിയുള്ളത് വാരി ഇങ്ങനെ ചുമലിൽ വലിച്ചിട്ട് കൊണ്ടുപോകുമ്പോ അള്ള ചോദിക്കുക, എന്താ അയ്യൂബ് നബി എന്തിനായി കെട്ടി വലിച്ചു കൊണ്ടുപോണത്? എന്തിനാണ് നിങ്ങൾ ഈ പൊന്നും കെട്ടി വലിച്ചു പോണത്? അയ്യൂബ് നബി ചോദിക്കുന്നത്, എന്തിനാ എന്റെ തലയെ കൊണ്ടുവന്നിട്ടത്? നീ എന്തിനാ എന്നെ തലയെ കൊണ്ടുവന്നിട്ടത്? ഞാൻ നബിയല്ലേ. നബി എന്ന് പറഞ്ഞാൽ ദുന്യാവിനോട് എനിക്ക് പ്രിയല്ല എന്ന് അറിഞ്ഞൂടെ? ദുന്യാവിനോട് പ്രിയമുള്ളവൻ നബിയാവില്ല. പക്ഷേ നീ എന്റെ തലയിൽ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ നീ തന്ന ബറക്കത്തിൽ നിന്ന് ഞാൻ ഒഴിവാകണ്ട എന്ന് വെച്ചിട്ട് എടുത്തതാണ് റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് ചിലപ്പോൾ നല്ല മുഞ്ചം വസ്ത്രം ധരിച്ചെന്ന് കാണും. അള്ളാഹിന്റെ ഔലിയാക്കന്മാര് വലിയ വീട്ടിൽ താമസിച്ചെന്ന് കാണും. അള്ളാഹിന്റെ ഔലിയാക്കന്മാര് നല്ല പവറിൽ ജീവിച്ചു എന്ന് കാണും. അതൊന്നും വലിയല്ലാതെ ധരിച്ചു പോകണ്ട. അതേ സമയത്ത് ഈങ്ങിച്ചരിച്ച വസ്ത്രം ധരിച്ചത് കൊണ്ട് മാത്രം വലിയായി എന്നും ധരിക്കണ്ട, ആകൂലാന്നും ധരിക്കണ്ട. ദുനിയാവ് എത്ര കിട്ടിയാലും വേണ്ട, അള്ളാഹ് തരുന്നത് കെട്ടിപ്പിടിച്ചിട്ട് നിക്കരിക്കാതെ, കളവും പറഞ്ഞ് വജ്രയും പറഞ്ഞ് ഇത്ര സക്കാത്തും കൊടുക്കാതെ സാധുക്കൾ വന്നാലും വീട്ടിലേക്ക് വരുമ്പോ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ ദുനിയാവുണ്ടായിക്കൂടാ. അള്ളാഹു തല നിനക്ക് എത്ര കോടി തരുമോ നീ വാങ്ങിക്കോ. പക്ഷേ നീ സക്കാത്ത് കൊടുക്കണം, നീ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന സാധുക്കൾക്ക് സഹായിക്കണം, അനാഥകളെ സഹായിക്കണം, അഗതികളെ സഹായിക്കണം, മുതാലിമീങ്ങളെ സഹായിക്കണം, സ്ഥാപനങ്ങൾക്ക് സഹായിക്കണം, സാധുക്കളെ വിശപ്പടക്കണം, എന്റെ കയ്യിലുള്ള നീ കൊടുക്കണം. എന്നിട്ട് പടച്ചറപ്പ് നിനക്ക് എത്ര കോടി തന്നാലും നീ സ്വീകരിച്ചോ വിരോധമില്ല. അത് വിലായത്തിനെതിരല്ല, അത് സലാഹിനെതിരല്ല. നേരെ മറിച്ച് നിസ്കരിക്കാതെയും നിസ്കാരം ഖളാ ആക്കിയും ഗീബത്ത് പറഞ്ഞും നബീബത്ത് പറഞ്ഞും കാട്ടിട്ടും മുടിച്ചിട്ടും ഏതെല്ലോ നിനക്ക് ദുനിയാവുണ്ടാക്കുക പറ്റില്ല സഹോദര, ഒരിക്കലും പറ്റുകയില്ല. അനാഥകളുടെ മുതല്, യതീമക്കളുടെ മുതല്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ, യതീമുകളുടെ മുതൽ തിന്നുന്നവർ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവരുടെ പള്ളയിൽ അവർ തീയാണ് തിന്നുന്നത് കേട്ടോ അല്ലാഹു പറയുന്നു. മനസ്സിലായോ? ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന് മരിച്ചു, അയാൾക്ക് ചെറിയ യതീമക്കളുണ്ട്. ആ യതീമക്കളെ പോറ്റുന്ന ജേട്ടനെയും മരിച്ചുപോയ ആളെ ജേട്ടനോ അനുജനോ ബാപ്പയോ വേറെ ആരെങ്കിലും ഉണ്ട്. ഈ മരിച്ചുപോയ അയാൾക്ക് കുറെ മുതലുണ്ട്, യതീമക്കളെ പോറ്റി വളർത്തുന്നു. അയാൾ സമയത്തെ അതുമെല്ലാം ഇണങ്ങി ഹലാക്കാക്കുന്നുവെങ്കിൽ അള്ള പറയുന്നു ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, യതീമക്കളെ മുതലിൽ നിന്നുള്ളവൻ തീയാണ് തിന്നുന്നത്, ആ തീ അവന്റെ വയറിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു യതീമക്കളെ പോറ്റുന്ന ചില ആളുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവരെ വീട്ടിൽ താമസിക്കുന്ന യതീമക്കൾക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കി, ഇവര് വേറെയും ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഒന്നായിട്ട് വയ്ക്കുമ്പോൾ ഒരു പക്ഷേ 2 മണി 4 മണി യതീമിന്റെ ഇങ്ങോട്ടായി പോയെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ട് വേറെ വിടുത്തി ഭക്ഷണം ഉണ്ടാക്കി അവരെ പോറ്റിയപ്പോൾ അള്ള പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നീ കരുതിക്കൂട്ടി യതീമിന്റെ മുതലെടുത്ത് തിന്നണ്ട. നേരെ മറിച്ച് നിന്റെ വീട്ടിൽ തന്നെ നീ പോറ്റി വളർത്തുന്ന യതീമാണ് എങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാൻ മാത്രം എടുത്ത് നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് നിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കലർത്തി ഭക്ഷണം ഉണ്ടാക്കാം. അതിലങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പിടി ഏറിപ്പോയാലും കുറഞ്ഞു പോയാലും അല്ലാഹു തന്നെ ശിക്ഷിക്കുകയില്ല. നീ കരുതിക്കൂട്ടി യതീമിന്റെ മുതൽ തുടരുത്.
അള്ളാഹു പഠിപ്പിക്കുന്നു. അങ്ങനെ അനാവശ്യമായ മാർഗത്തിലൂടെ, ഹറാമായ മാർഗത്തിലൂടെ മുതൽ സമ്പാദിക്കാതെ, എത്ര മുതലുണ്ടായാലും വിരോധമല്ല, പടച്ചറബ് കൂട്ടിട്ട് കൊടുത്താൽ സ്വീകരിക്കാം. പക്ഷേ എന്ത് വേണം? സാധുക്കളെ സഹായിക്കണം. നിങ്ങൾ കേട്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി വന്നു. റസൂലുള്ളാഹി പേടിച്ച് ഓടി വന്നു. എന്താണ് പേടി? പടച്ചോനെ, വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തത്, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന പേടിയായി. പേടിച്ചിട്ട് പരിച്ചുപോയി. അങ്ങനെ വന്നിട്ട് സമ്മിലൂനി, പുറപ്പെട്ട് മൂടിത്തരണമെന്ന് പറഞ്ഞു. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പുറപ്പെട്ട് മൂടിക്കൊടുത്തിട്ട് റസൂലുള്ളാഹി ഭരിച്ചു കിടക്കുന്ന സമയത്ത് ഖദീജ പറയുന്നത് കേട്ടോ, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിച്ചോ. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലാ യുഖ്സികല്ലാഹു അബദൻ, ഒരിക്കലും അല്ലാഹു തങ്ങളെ പരാജയപ്പെടുത്തൂല നബിയെ. തങ്ങളെ ഏറ്റെടുത്ത ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കാൻ കഴിയുക തന്നെ ചെയ്യും. തങ്ങളതിൽ വിജയിക്കും. തങ്ങളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തൂല. എന്താ അതിന് കാരണം? ഒന്നാമത്തത്, ഇന്നക്കല തസ്തുഖുൽ ഹദീസ്, തങ്ങൾ കളവ് പറയാത്ത ആളാണ്, സത്യം മാത്രം പറയുന്ന ആളാണ്. സത്യം മാത്രം പറയുന്നവരെ അല്ലാഹു പരാജയപ്പെടുത്തൂല. രണ്ടാമത്തത്, വതഹ്മിലുൽ കല്ല, സാധുക്കളുടെ വിഷമം ഏറ്റെടുക്കുന്ന ആളാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന മോമിനിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ വീട്ടിലേക്ക് സാധുക്കൾ കയറി വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളെപ്പോലെ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് കൊടുക്കണം. നിങ്ങളോട് കഷ്ടപ്പാടുകൾ പറയുന്ന സാധുക്കൾക്ക് എന്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുത്തു, അല്ലാഹു എന്നെ പരാജയപ്പെടുത്തൂല. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. എന്ത്? ഇന്നക ലതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവർക്ക് സഹായിക്കുമെന്നല്ല പറഞ്ഞത് കേട്ടോ, പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ ഇങ്ങ് ഏറ്റെടുക്കും. എനിക്ക് വീടില്ല നബിയെ, ആയിക്കോട്ടെ, ഞാൻ ഉണ്ടായിത്തരാം. എനിക്ക് കടമുണ്ട് നബിയെ, ഞാൻ വീട്ടിൽ തരാം. എനിക്ക് രോഗമാണ്, ചികിത്സിക്കണം നബിയെ, അതിന് ഞാൻ തരാം. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളും ഏറ്റെടുക്കും. പക്ഷെ റസൂലുള്ളാഹിന്റെ കയ്യിലുണ്ടോ കൊടുക്കാൻ? ഇല്ല. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തത് പിരിവെടുത്തുണ്ടാക്കി കൊടുക്കും. ഇല്ലാത്തത് പിരിവെടുത്തുണ്ടാക്കി കൊടുക്കും. എപ്പോൾ? എന്റെ മോമിനിങ്ങൾ ചിന്തിക്കണം, ഇത് നബി ആയതിന്റെ ശേഷമുള്ളതല്ല, അതിന്റെ മുമ്പത്തെ 40 കൊല്ലത്തെ ചരിത്രമാണ് പറയുന്നത്. നബി ആയതിന്റെ ശേഷം പിന്നെ പറയാനില്ലല്ലോ. നബിയാകുന്നതിന്റെ മുമ്പ് 40 കൊല്ലം കുടുംബക്കാരി അവരെ നോക്കുക. വലിയ പണക്കാരനാകുമ്പോ കുടുംബക്കാരെ മറന്നുകളയലല്ല, സത്യം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഈ 4 കാര്യം തങ്ങളിലുണ്ട്. അതുകൊണ്ട് തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തൂല. ഇത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെയായി. മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. റസൂലുള്ളാഹി അംഗീകരിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഫലം തന്നെയായി കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നു, ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ മനുഷ്യൻ പരാജയപ്പെടൂല. അതുകൊണ്ട് പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. ഒന്നാമത്തെ ശ്രദ്ധതാണ്. രണ്ടാമത്തത്, കഴിവിന്റെ പരമാവധി സാധുക്കളെ സഹായിക്കണം. അനാഥകളെയും അഗതികളെയും കഷ്ടപ്പെട്ടവരെയും കഴിവിന്റെ പരമാവധി സഹായിക്കണം. എന്റെ വീട്ടിൽ എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോ അല്ലാഹു തന്നെ പരാജയപ്പെടുത്തൂല. അല്ലാഹു തന്നെ ദുനിയാവിൽ വിജയിപ്പിക്കും, ആഖിറത്തിൽ തീർച്ചയായും വിജയിപ്പിക്കും, സംശയം വേണ്ട. ഇതായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ജീവിതത്തിലുണ്ടായിരുന്നത്, അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നത്, അതാണ് ഔലിയാക്കളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും താബിഈങ്ങളും അയിമ്മത്തുകളും പഠിപ്പിച്ച ദീന് സുന്നത്ത് ജമാഅത്ത്, അത് മാത്രമാണ് അല്ലാഹുവിന്റെ ദീന്. അവരെ പ്രിയം വെച്ചോ, നിന്റെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ അവരെ പ്രിയം വെച്ചോ, സംശയം വേണ്ട. നമ്മൾ കളിയോണ്ടൊന്നും രക്ഷപ്പെട്ട് കിട്ടൂല. കാരണം നമ്മൾ കളിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ ഈമാൻ രക്ഷപ്പെടാനാ. പക്ഷേ ഇതൊക്കെ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ എന്ന് ആരറിഞ്ഞു സഹോദരന്മാരെ? അള്ളാഹു തആല സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടൽ കേട്ടോ. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബി. അള്ളാഹു പറയുന്നു, എന്റെ ഔലിയാക്കന്മാരെ ആരെങ്കിലും ചീത്ത പറയുകയോ, എന്റെ ഔലിയാക്കന്മാരെ എതിർക്കുകയോ, എന്റെ ഔലിയാക്കന്മാരുടെ സ്ഥാനമാനങ്ങൾ കുറക്കുകയോ ചെയ്താൽ അവൻ എന്നോട് യുദ്ധത്തിന് വരുന്നവരാണ്, അവൻ എന്റെ ശത്രുവാണ് എന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഔലിയാക്കളെ വെറുപ്പിച്ചവൻ, ഔലിയാക്കളെ നിസാരപ്പെടുത്തിയവൻ ഈമാൻ സലാമത്താവാൻ കഴിയില്ലെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കുന്ന, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ പ്രിയം വെക്കുന്ന, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇപ്പോ ഇതൊന്നും പറയാൻ പറ്റൂല. ഐക്യം വേണം, ഐക്യം വേണം, ഐക്യം വേണോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നിൽക്കുമ്പോൾക്ക് മറ്റവരെ ആക്ഷേപിക്കുന്നു, ഇവരെ ആക്ഷേപിക്കുന്നു. പക്ഷെ ഈ ഐക്യം വേണോ എന്ന് പറയുന്നവനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. അത് വേറെ കാര്യം. ഐക്യം വേണമെന്ന് പറയുന്നവൻ ഭിന്നിപ്പിക്കുകയാണ്. എത്ര ഐക്യസംഘം ഉണ്ടായോ അത്രയും ഭിന്നിപ്പുണ്ടായി. അതുവേ സഹോദര, ഇത് ഭിന്നിപ്പിക്കുകയല്ല, ഇത് ചീത്ത പറയുകയല്ല, ഇത് തെറി പറയുകയല്ല. നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഔലിയാക്കളും മുറുകെ പിടിച്ച ആ മഹത്തായ മാതൃക, ആ ശൃംഖല, അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവൻ ഇഷ്ടം പോലെ ചെയ്യാം, ഞങ്ങൾക്ക് വിരോധമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, പടച്ചറബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നിർത്തിയിട്ട് പറയും. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ കാലത്തുള്ള മറ്റൊരു പണ്ഡിതനുമായി ഒരു വാദപ്രതിവാദം നടന്നു. തറാവീഹ് നിസ്കാരത്തിന്റെ ഇടയിൽ സ്വലാത്ത് ചെല്ലാൻ പാടുണ്ടോ പാടില്ലേ എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ സ്വല്ലു അലൻ നബി എന്ന് ഒരാൾ പറയും, മറ്റുള്ളവർക്ക് സ്വലാത്ത് ചെല്ലും. ഇത് പാടില്ല എന്നൊരു മുസ്ലിയാരങ്ങ് പറഞ്ഞു. നല്ല ആള് തന്നെയായിരുന്നു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു തആലയും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, റസൂലുള്ളാഹിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, വസല്ലിമു, നിങ്ങൾ സലാമും ചെല്ലണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അത് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടില്ല. രാത്രിയെന്നോ പകലിരുന്നോ നിസ്കാരത്തിന്റെ ഇടയിരുന്നോ അല്ലാത്തപ്പോഴിരുന്നോ അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും സ്വലാത്ത് ചെല്ലാം എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായ പണ്ഡിതൻ നല്ല അലിമ തന്നെയാണ്, നല്ല സ്വാലിഹ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഫിഖ്ഹിന്റെ ഇബാറത്ത് കൊണ്ട് കാണിച്ചു തരണം. അല്ലാതെ തറാവീഹിന്റെ ഇടയിൽ യുസന്നു സ്വലാത്തു ബൈന റക്അത്തി തറാവീഹി, തറാവീഹിന്റെ റക്അത്തിന്റെ ഇടയിൽ സ്വലാത്തിൽ സുന്നത്താവുന്നു എന്ന് കാണിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് ശടിച്ച് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതാ ഒരുപാട് ദലീലുകൾ കൊടുത്തു. വളരെയധികം ദലീലുകൾ, സലാത്തിന്റെ മഹത്വങ്ങളും സലാത്തിന്റെ തെളിവുകളും ഈ ഒരൊറ്റ ആയത്ത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിന്റെ തെളിവ് കൊടുത്തതിന് പുറമെ സ്വാലിഹീകളായ പലരും ചെയ്തു വന്ന ചരിത്രങ്ങളും തെളിവുകളും കൊടുത്തിട്ടൊന്നും ഈ ആള് സമ്മതിക്കാതെ ഇരുന്നപ്പോൾ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നീയും ഞാനുമായി സംസാരമില്ല.
പക്ഷേ നാളെ ലോകത്ത് ഒരുമിച്ച് കൂടുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എന്നെ ഞാൻ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നബിയെ തങ്ങളുടെ മേൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരെ മുടക്കിയ പണ്ഡിതനാണ് ഇവരെന്ന് ഞാൻ പറയും. അതിന് നിനക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ നീ മുടക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പണ്ഡിതൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കൊത്തിപ്പിടിച്ചുകൊണ്ട് അടച്ചുകൂട്ടി, ഞാനിനിമേലിൽ പറയില്ല, എന്റെ വാദത്തിൽ നിന്ന് ഞാൻ മടങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ചരിത്രം നിങ്ങൾ കേട്ട് കാണും. അതുപോലെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹക്ക്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് സത്യം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് ശരിയില്ല. കുറച്ചൊക്കെ അത് സുന്നിയോ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നിസ്കരിക്കുന്നുണ്ടല്ലേ, നോമ്പ് കൊടുക്കുന്നില്ലേ, സകാത്ത് കൊടുക്കുന്നില്ലേ, ഹജ്ജ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം കണക്കാന്ന് പറയുന്ന കൗമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിത് പറഞ്ഞിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മാർഗമാണ്, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ മാർഗമാണ്. അത് മാത്രമാണ് അള്ളാഹുവിന്റെ ദീന്. അതിൽ നിന്ന് തെറ്റിപ്പോയാൽ അള്ളാഹിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകും, ഈമാൻ സലാമത്താവാൻ പ്രയാസമാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിർത്തിയിട്ട് പടച്ചറപ്പേ ഞങ്ങളിത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. എങ്ങനെ പറയും? അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ.